കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2026 ഏപ്രിൽ 5 ഈസ്റ്റർ സൺഡേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർപ്പ് പെരുന്നാളായി ലോകമെമ്പാടും ക്രിസ്ത്യാനികൾ ഈ ദിവസത്തെ കൊണ്ടാടുന്നു. എന്നാൽ ക്രിസ്തീയ സമൂഹത്തിന് എന്താണ് ആക്ച്വലി ദുഃഖവെള്ളിയാഴ്ചയിൽ നടന്നതെന്നും എന്താണ് ഉയർപ്പ് പെരുന്നാളിൽ അല്ലെങ്കിൽ ഉയർപ്പ് നാളിൽ നടന്നതെന്നും ഒക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തമായ ധാരണയില്ല. ഓൾ ദേ നോ ഈസ് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നു, കർത്താവ് ക്രൂശിൽ മരിച്ചു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, ആ ഉയർപ്പിലൂടെ നമുക്ക് രക്ഷ ലഭിച്ചിരിക്കുന്നു, അതുകൊണ്ട് നാം അതിനെ കൊണ്ടാടുന്നു. എന്നാൽ എന്താണ് ക്രൂശിലൂടെ നിറവേറുന്നത്? ദുഃഖവെള്ളിയാഴ്ച, ഗുഡ് ഫ്രൈഡേ, എന്താണ് ക്രൂശിൽ ആക്ച്വലി നിറവേറുന്നത്? എന്താണ് ഉയർപ്പ് പെരുന്നാൾ അല്ലെങ്കിൽ ഉയർപ്പിൻ നാളിൽ നടക്കുന്നത്? ഈ വിഷയത്തെക്കുറിച്ച് തിരുവചന വെളിച്ചത്തിൽ അല്പം കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഈ വിഷയം നിങ്ങളോട് ചേർന്ന് ധ്യാനിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുക. എന്നാൽ നമ്മൾ ഇതുവരെയും ക്രിസ്തീയ വിശ്വാസത്തിലെ സ്നാനം, ജലസ്നാനം എന്നൊരു വിഷയം പഠിച്ചു വരികയായിരുന്നു. അതിൽ ഒരു 3 വീഡിയോ കൂടെങ്കിലും മിനിമം ഇനി ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ചെയ്ത് തീർന്നതിന് ശേഷം യെശയ്യാ പ്രവചനം 53-ാമത്തെ അധ്യായത്തെ അടിസ്ഥാനമാക്കി കർത്താവിന്റെ ക്രൂശ് മരണവും പഴയ നിയമവുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നൊരു വിഷയം നിങ്ങളോട് ചേർന്ന് ചിന്തിക്കണം എന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഈ ജലസ്നാനം എന്നൊരു വിഷയം പറഞ്ഞു തീർക്കാൻ ഇനി ഏകദേശം 3 വീഡിയോ കൂടെങ്കിലും മിനിമം ചെയ്യേണ്ടതായിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ സംജാതമായിരിക്കുന്ന ഈ ഒരു സാഹചര്യം നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. എൻ്റെ കണക്കൂട്ടലുകൾ ഒരല്പം ഈ ഡേറ്റ്സുകൾ പലപ്പോഴും നമുക്ക് പ്ലാൻ ചെയ്തിരുന്ന പോലെ വീഡിയോ ചെയ്യുവാൻ കഴിയാതെ പോയതുകൊണ്ട് ഇതിന് മുൻപായിട്ട് അത് തീർക്കുവാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും ഈ ഉയർപ്പ് പെരുന്നാളും ഈ ദുഃഖവെള്ളിയാഴ്ചയും ഒക്കെ ആയി ജനം ഏകദേശം ആ ഒരു വിഷയത്തിന്റെ ധ്യാനത്തിലും ചിന്തകളിലും വേദപഠനത്തിലും ഒക്കെ ആയിരിക്കുന്നത് കൊണ്ട് ഇന്നത്തെ ദിവസം ഈ വിഷയത്തിന്റെ ഒരു ഓവർവ്യൂ എങ്കിലും പറയണം എന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിച്ചതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്നാൽ ഈ ജലസ്നാനം എന്ന വിഷയം നാം പഠിച്ചു തീർന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും യെശയ്യാ പ്രവചനം 53-ാമത്തെ അധ്യായത്തെ ആസ്പദമാക്കിക്കൊണ്ട് കർത്താവിന്റെ ക്രൂശ് മരണവും പഴയ നിയമവുമായിട്ടുള്ള ബന്ധം എന്താണ് പഴയ നിയമത്തിൽ ക്രൂശിനുള്ള പ്രസക്തി എന്ന വിഷയത്തെ നമ്മൾ അല്പമായിട്ട് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. എന്നാൽ അതിന് അനേക റെഫറൻസുകൾ കാണിച്ച് അനേക വാക്യങ്ങളുടെ അകമ്പടിയോട് അത് നിങ്ങളെ കാണിച്ച് മനസ്സിലാക്കി തരണം. എന്നാലേ അത് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഗ്രഹിക്കുവാൻ കഴിയത്തുള്ളൂ. അത്രമാത്രം സമയം ഇന്നില്ലാത്തത് കൊണ്ട് ഞാനതിൻ്റെ ഒരു ഓവർവ്യൂ മാത്രം, ഒരു ഹെലികോപ്റ്റർ പിക്ചർ മാത്രം, എന്താണ് ക്രൂശ് മരണത്തിൽ കൂടെ നിറവേറുന്നത്, പഴയ നിയമവുമായിട്ട് ഇതിനുള്ള കണക്ഷൻ എന്താണ് എന്നൊരു ഓവർവ്യൂ മാത്രം ഇന്ന് പറയുവാൻ കർത്താവിൽ ആഗ്രഹിക്കുക. യെശയ്യാ പ്രവചനം 53-ാമത്തെ അധ്യായം ഒരു സുപ്രധാനമായ പ്രവചന പുസ്തകമാണ്. യെശയ്യാ പ്രവചനം സുവിശേഷങ്ങളിൽ 5-ാമത്തെ സുവിശേഷം എന്ന് വരെ വിശേഷിപ്പിക്കാവുന്ന പുസ്തകമാണ് യെശയ്യാ പ്രവചനം. അതിലെ തന്നെ ഏറ്റവും പ്രധാനമായ ഒരു അധ്യായമാണ് ഈ 53-ാമത്തെ അധ്യായം. ദ സഫറിംഗ് സെർവന്റ് ഓഫ് ഗോഡ് എന്ന ടൈറ്റിലിൽ അറിയപ്പെടുന്ന ഒരു അധ്യായമാണ് ഈ ഐസയ 53 അല്ലെങ്കിൽ 53-ാമത്തെ അധ്യായം. അതിൻ്റെ ഓരോ വാക്യങ്ങളും അമൂല്യമായ വാക്യങ്ങളാണ്. അത് ഓരോന്നും എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യണം. എനിക്കൊരു 3-4 വീഡിയോ എങ്കിലും ഞാൻ അത് ചെയ്ത് നിങ്ങൾക്ക് അതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി തരുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇന്ന് അതിൻ്റെ 4, 5, 6, 7 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രസക്ത ഭാഗങ്ങളിൽ കൂടി ഒരു ഓട്ടപ്രദക്ഷിണം മാത്രമാണ് ഞാൻ നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിൽ പറയുന്ന പ്രധാന ഭാഗങ്ങളാണ്: അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. വളരെ പ്രസക്തമായ വാക്കുകളാണ് ഇതെല്ലാം. ഓരോ ക്രിസ്ത്യാനിയും ഒരു നേരമെങ്കിലും ഉരുവിട്ട് ധ്യാനിക്കുന്ന, ഈ പുസ്തകത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുള്ള അധ്യായമാണ് ഞാൻ ഈ പറഞ്ഞു കേൾപ്പിക്കുന്ന ഈ പ്രധാന ഭാഗങ്ങൾ. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് അനേക ക്വസ്റ്റ്യനുകൾ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. പലരും എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, കർത്താവിന്റെ ദാസനെ, കർത്താവ് കഷ്ടം അനുഭവിക്കുകയും മരിക്കുകയും വേണം എന്ന് യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൽ ഇത്ര കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക. യെശയ്യാ പ്രവാചകൻ കർത്താവ് ഉലകത്തിൽ വരുന്നതിന് 800 വർഷം മുമ്പ് ലോകത്തിൽ വന്ന പ്രവാചകനാണ്. അന്ന് അറ്റ്ലീസ്റ്റ് 800 വർഷം മുമ്പേ പ്രവചിച്ചിരിക്കുകയാണ് കർത്താവ് ലോകത്തിൽ വരുമെന്നും കഷ്ടം അനുഭവിക്കുമെന്നും. അതിനെക്കാട്ടിൽ ഒരു 200 വർഷം കൂടെ പുറകോട്ട് പിടിച്ചാൽ ദാവീദ് രാജാവിന്റെ കാലമാണ്. ആ ദാവീദ് സങ്കീർത്തനങ്ങളിൽ കൂടി 22-ാമത്തെ സങ്കീർത്തനം കർത്താവ് എങ്ങനെ മരിക്കും, ആ മരണസമയത്ത് നടക്കുന്ന കാര്യങ്ങളെ പ്രാവചനിക ഭാഷയിൽ ഈ സങ്കീർത്തനം 22-ൽ കൂടി വിശദീകരിച്ചിരിക്കുക.
ഇതിന്റെ എല്ലാം പുറമെ യോഹന്നാൻ സ്നാപകൻ ലോകത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ കർത്താവിനെ ചൂണ്ട് കാണിക്കുവാനായിട്ട് ലോകത്തിലേക്ക് വന്നപ്പോൾ വഴി ഒരുക്കുവാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ജോൺ 1:29 വാക്യത്തിൽ പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇത്ര കൃത്യമായിട്ട് കാര്യങ്ങളെ ബൈബിളിൽ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുമ്പോൾ ഏതു മനുഷ്യനും മനസ്സിലാകുന്ന രീതിയിൽ കർത്താവ് വരുമെന്നും കാൽവറി ക്രൂശിൽ യാഗമാകുമെന്നും അതിങ്ങനെ മരിക്കുമെന്നും ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നത് കുഞ്ഞാട് കർത്താവാണെന്നും ഒക്കെ ഈ പഴയ നിയമ പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും 4 സുവിശേഷങ്ങളിലും ഒക്കെ പറഞ്ഞിരിക്കെ ഗേറ്റ് മിനിസ്ട്രിക്ക് എങ്ങനെ പറയാൻ കഴിയും കർത്താവിന്റെ ക്രൂശും അതിലൂടെ തുറന്ന രക്ഷാപദ്ധതിയും ഒക്കെ മറഞ്ഞിരുന്ന മർമ്മമായിരുന്നുവെന്നും അത് പൗലോസ് അപ്പോസ്തലനാണ് ആദ്യമായി വെളിപ്പെട്ടതെന്നും ഒക്കെ എങ്ങനെ നിങ്ങൾക്ക് പറയുവാൻ കഴിയും എന്ന് അനേകര് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ ശാന്തമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ ആഗ്രഹമുള്ളവര് ചോദിക്കുമ്പോൾ നമുക്ക് അവർക്ക് അതിന്റെ മർമ്മം എന്താണെന്ന് വളരെ ദൈവസ്നേഹത്തോട് പറഞ്ഞു കൊടുക്കുകയും അത് മനസ്സിലായി കഴിയുമ്പോൾ അത് ഉൾക്കൊണ്ട് കഴിയുമ്പോൾ മഞ്ഞുരുകുന്നത് പോലെ അവരുടെ മനസ്സുരുകി ഈ സത്യവുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്നത് കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞാൻ അതേ വിഷയത്തിന്റെ ഒരു ഓവർവ്യൂ ജസ്റ്റ് ഇന്ന് ഉയർപ്പ് പെരുന്നാൾ ആയതുകൊണ്ട് 2 ദിവസം മുമ്പ് ദുഃഖ വെള്ളിയാഴ്ച മുതലേ ഇത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു, എന്നാൽ ഇന്ന് അത് റിലീസാക്കുകയാണ്. എന്താണ് ദുഃഖ വെള്ളിയാഴ്ചയിൽ ക്രൂശിൽ നടന്നത് എന്നുള്ള വിഷയം ഒരല്പമായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. 2-3 ചോദ്യങ്ങൾ മാത്രം ഒന്ന് ചോദിച്ച് അതിനൊരു ഉത്തരം പറയുമ്പോൾ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ലഭിക്കും. പിന്നീട് തുടർമാനമായിട്ട് ഓരോ വാക്യങ്ങളുടെ റെഫറൻസ് കാണിച്ച് ഞാൻ ഈ വിഷയം എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ക്രൂശ് മരണം പഴയ നിയമത്തിൽ അതിന്റെ രക്ഷാ പദ്ധതിയുടെ ഭാഗമായിരുന്നോ? കാൽവറി ക്രൂശിലൂടെ നടന്ന മരണം പഴയ നിയമം കൊടുത്തിരിക്കുന്ന പഴയ നിയമത്തിലെ രക്ഷാ പദ്ധതിയുടെ ഭാഗമായിരുന്നോ? രണ്ടാമത്തെ ചോദ്യം: പഴയ നിയമ വിശുദ്ധന്മാർക്ക് അവർ ക്രൂശ് പ്രസംഗിച്ചിരുന്നോ? ക്രൂശിനായി കാക്ഷിച്ചിരുന്നോ? ക്രൂശ് നിറവേറുന്നത് കാത്തിരുന്നിരുന്നോ പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ? 3, എന്താണ് പഴയ നിയമത്തിൽ അല്ലെങ്കിൽ കിങ്ഡം ഗോസ്പലിൽ ക്രൂശിന്റെ പ്രസക്തി? ഈ 3 ചോദ്യങ്ങൾ മാത്രം ഞാനൊന്ന് കൈകാര്യം ചെയ്യുകയാണ്. നിങ്ങൾക്ക് അതോടുകൂടി പഴയ നിയമവും ക്രൂശുമായിട്ടുള്ള കണക്ഷൻ എന്താണെന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാകുവാനായിട്ട് കഴിയും. പഴയ നിയമകാലത്തിലും ഒരു മനുഷ്യന്റെ രക്ഷ ക്രൂശിലൂടെ നിറവേറാനിരിക്കുന്ന പ്രായശ്ചിത്ത യാഗത്തിന്റെ ബേസിസിൽ മാത്രമായിരുന്നു നിറവേറിയിരുന്നത്. ഞാനൊന്നുകൂടെ പറയാം. ഭൂലോകത്തിൽ ജനിച്ചിട്ടുള്ള സകല മാനവരാശിയുടെയും രക്ഷ ഈവൻ പഴയ നിയമകാലത്തിലും അത് നിറവേറിയിരുന്നത് ക്രൂശിലൂടെ നിറവേറാനിരിക്കുന്ന പ്രായശ്ചിത്ത യാഗത്തിന്റെ ബേസിസിലായിരുന്നു. അത് ഓൾഡ് ടെസ്റ്റ്മെന്റിലും അങ്ങനെ ആയിരുന്നു, ന്യൂ ടെസ്റ്റ്മെന്റിലും അങ്ങനെ തന്നെയാണ്. അതായത് ഏദൻ തോട്ടം മുതൽ ആദാമിന്റെ പാപം മുതൽ വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് ഇനി വരാനിരിക്കുന്ന 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞിട്ടുള്ളതാണ് ഈ വെള്ളസിംഹാസനത്തിലെ ന്യായവിധി. അതിന് തൊട്ടു മുമ്പ് ജനിക്കുന്ന കുഞ്ഞു വരെയുള്ള സകല മാനവരാശിയുടെയും പാപത്തിന്റെ പരിഹാരം നടന്നിരിക്കുന്നത് കർത്താവിന്റെ ക്രൂശിലൂടെയാണ്. വേറെ ഒരു മാർഗവും ഉലകത്തിൽ പാപമോചനത്തിനായി ഇല്ല. ഒരു ക്രിയയ്ക്കും നിങ്ങളുടെ പാപത്തിന് പരിഹാരമാകത്തില്ല. ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യണം, കാലാകാലങ്ങളിൽ പാപ പരിഹാരത്തിനായി പല ക്രിയകളും കർത്താവ് ദൈവം കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. കാളക്കിടാങ്ങളെയും ആട്ടുകൊറ്റന്മാരെയും ഒക്കെ യാഗം കഴിക്കുകയും വിശ്വാസത്താൽ ജലസ്നാനം സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ പാപമോചനത്തിനായി പല കൃത്യങ്ങളും കർമ്മങ്ങളും ഇതുപോലെ ദൈവം കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും പാപം മോചിക്കുവാൻ വേണ്ടിയിട്ടല്ല, അത് നിങ്ങളുടെ ആ വിശ്വാസം, കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം തെളിയിക്കുവാൻ വേണ്ടിയിട്ട്, പരസ്യമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അത് പ്രൊക്ലെയിം ചെയ്യുവാനായിട്ട്, അത് നിങ്ങളുടെ വിശ്വാസം തെളിയിക്കുവാനായിട്ട് ദൈവം കൽപ്പിച്ചു കൊടുത്തിരുന്ന ചില ആചാരങ്ങൾ മാത്രമാണ്. പാപമോചനത്തിനായി ആക്ച്വലി ഊനമില്ലാത്തതായി ഒരു കുഞ്ഞാട് മറുവിലയാഗമായി അറുക്കപ്പെടണം. അതിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷണറി അറ്റോൺമെന്റ് എന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ നിവർത്തിക്കാനിരിക്കുന്ന ആ പ്രായശ്ചിത്ത യാഗം, ആദം ചെയ്ത പാപത്തിന്, കൽപ്പനാ ലംഘനം എന്ന പാപത്തിന് പരിഹാരമായി കർത്താവ് കാൽവറിയിൽ നടത്താനിരിക്കുന്ന ആ പ്രായശ്ചിത്ത യാഗത്തിലൂടെ മാത്രമാണ് അതിന് പരിഹാരമായി തീരുന്നത്. ആ പാപ പരിഹാര യാഗം ഒരു പാപമില്ലാത്ത മഹാപുരോഹിതൻ നിറവേറ്റണം. ആ പ്രായശ്ചിത്ത യാഗം ഒരു ഊനമില്ലാത്ത കുഞ്ഞാട് അറുക്കപ്പെടണം. അതിനെ പാപമില്ലാത്ത ഒരു പുരോഹിതൻ അർപ്പിക്കണം.
പഴയ നിയമത്തിലെ യാഗമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഊനമില്ലാത്ത കുഞ്ഞാടിനെ അവർ അർപ്പിക്കും. പക്ഷെങ്കിൽ ഒരു പാപമില്ലാത്ത പുരോഹിതൻ അർപ്പിക്കണം. അതിനൊരുത്തരും അവിടെ ഇല്ല. അതുകൊണ്ട് പുരോഹിതന് താന്റെ പാപത്തിന് വേണ്ടി ആദ്യം യാഗം അർപ്പിക്കണം. തന്റെ പാപം മോചിച്ചതിന് ശേഷം വേണം താൻ ജനത്തിന്റെ അബദ്ധങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനായിട്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കയറി ചെല്ലുവാൻ. ഇവിടെ ഊനമില്ലാത്ത ഒരു കുഞ്ഞാട് അറുക്കപ്പെടണം. ഊനമില്ലാത്ത പാപമില്ലാത്ത ഒരു മഹാപുരോഹിതൻ അത് അർപ്പിക്കണം. വലിയൊരു വിഷയമാണ്. അടുത്ത ദിവസങ്ങളിലെ ക്ലാസ്സിൽ ഞാൻ ഇത് കൂടുതൽ ഇതിനെ വെളിപ്പെടുത്തി തരാം. ഇത് ന്യായപ്രമാണത്തിന്റെയും കിങ്ഡം ഗോസ്പലിന്റെയും ഫൗണ്ടേഷനാണ്, അടിത്തറയാണ്. ഇതിന്റെ ബേസിസിലാണ് ലേവ്യ പൗരോഹിത്യവും അതിലെ യാഗങ്ങളും അകൃത്യ യാഗങ്ങളും ഒക്കെ ക്രമീകരിച്ചിരിക്കുന്നത് തന്നെ. പാപമില്ലാത്ത ഒരു കുഞ്ഞാടിനെ അറുക്കപ്പെടുക, പാപമില്ലാത്ത ഒരു പുരോഹിതനെ ഇത് അർപ്പിക്കുക, ഇത് ഇവരുടെ ഇതിന്റെ ബേസിക്സ്. ഇതാണ് പാപപരിഹാര യാഗം. എന്നാൽ സത്യത്തിൽ ഈ പാപയാഗത്തിൽ ഒരു പാപവും മോചിക്കപ്പെട്ടിരുന്നില്ല എന്നതാണ് ഒരു വാസ്തവം. ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാങ്ങളുടെയും രക്തത്തിന് ഒരു പാപവും ഒരു കാലത്ത് മോചിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ കാലത്തിലും പാപം മോചിച്ചിരുന്നത് കർത്താവിന്റെ കാൽവറിയുടെ ബേസിസിലാണ്. നിറവേറാനിരിക്കുന്ന കാൽവറിയുടെ ബേസിസിലാണ് പഴയ നിയമകാലത്തിലും ജനത്തിന്റെ പാപം മോചിച്ചിരുന്നത്. ഒത്തിരി പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുള്ളതാണെങ്കിലും ഒന്നൊന്ന് ക്വിക്ലി ഫ്ലാഷ് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. എബ്രായ ലേഖനം 10-ാം അധ്യായം 4-ാം വാക്യം. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. നിങ്ങളൊന്ന് കണ്ണു തുറന്ന് വായിക്കണം. ലക്ഷക്കണക്കിന് കാളകളെയും ആട്ടുകൊറ്റന്മാരെയും പഴയ നിയമത്തിൽ അർപ്പിച്ചിട്ടുണ്ട്. ആ രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ ഒരു നാളും കഴിയുന്നതല്ല. ഇതിന്റെ അടുത്ത വാക്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. പക്ഷെ ഞാൻ അടുത്ത ദിവസങ്ങൾ ഇത് കവർ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇന്ന് അധിക സമയം നിൽക്കുന്നില്ല. 11-ാമത്തെ വാക്യം ശ്രദ്ധിച്ച്, ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത, അണ്ടർലൈൻ ചെയ്യേണ്ട ഭാഗങ്ങളാണ്, പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇവരെല്ലാം ഈ യാഗം കഴിച്ചിരുന്നുവെങ്കിലും ഇതൊന്നും അന്ന് അതിൽ കൂടെ ഒന്നും പാപം മോചിച്ചിരുന്നില്ല. അതിന്റെ 1-ാം വാക്യം പറയുന്നത് കണ്ടോ, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായക കൊണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇതെല്ലാം കാലാകാലങ്ങളിൽ കർത്താവ് കൽപ്പിച്ചു കൊടുത്തിരുന്നു എന്നുള്ളത് ശരിയാണ്. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമായിരുന്നില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർത്താവായ യേശു ഊനമില്ലാത്ത കുഞ്ഞാടായിട്ട് ഈ ലോകത്തിലേക്ക് വരണമെന്നും ഈ ലോകത്തിന്റെ പാപ പരിഹാരത്തിനായി പ്രായശ്ചിത്തമാകണമെന്നും ഒക്കെ ഉള്ളത് ഓൾഡ് ടെസ്റ്റമെന്റിന്റെ ഫൗണ്ടേഷനാണ്, അതിന്റെ അടിസ്ഥാനമാണ്. അതിലാണ് ആ കിങ്ഡം ഗോസ്പൽ മുഴുവനും ബിൽറ്റ് ആയിരിക്കുന്നത്. അതിന്റെ ബേസ് അതാണ്. അതിലൂടെ ആദാമ്യ പാപത്തിന് പരിഹാരമാകും, അതിന് പ്രായശ്ചിത്തമാകും, അതിന് നിഴലായിട്ട് അവരവരുടെ പാപത്തിനായിട്ടും ആദാമ്യ പാപത്തിനായിട്ടും അവരവർ അതിൻ്റെ കൂടെ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾക്കുമായിട്ട് അതിന്റെ പരിഹാരത്തിന് ആട്ടുകൊറ്റനെയും കാളകളെയും ഒക്കെ യാഗം കഴിച്ചിരുന്നു എന്നുള്ളത് ശരിയാണെങ്കിലും ആ പാപങ്ങൾ മുഴുവനും മോചിച്ചിരുന്നത് കർത്താവിന്റെ കാൽവറി യാഗത്തിലെ ബേസിസിലാണ്. ന്യായപ്രമാണം അത് അനുശാസിച്ചിരുന്നുവെങ്കിലും അതൊരു നിഴലായിരുന്നു, വരുവാനുള്ള നന്മകളുടെ നിഴലായിരുന്നു. ന്യായപ്രമാണം കൊടുത്തത് പാപ പരിഹാരത്തിനല്ല എന്നൊരു വസ്തുത നമ്മളിവിടെ പ്രത്യേകം നോട്ട് ചെയ്യണം. ന്യായപ്രമാണം എന്നൊരു പ്രമാണം അവർക്ക് കൊടുത്തിരുന്നു, തനാഖ് അവർക്ക് കൊടുത്തിരിക്കുമ്പോൾ അതില് മോശയിക ന്യായപ്രമാണങ്ങളും പ്രവചന പുസ്തകങ്ങളും കെത്തുബീം എന്ന് പറയുന്ന സങ്കീർത്തന പുസ്തകങ്ങളും എല്ലാം ചേർന്ന് ന്യായപ്രമാണം അവർക്ക് കൊടുത്തിരുന്നെങ്കിലും അതിന്റെ ദൗത്യം എന്ന് പറയുന്നത് അവരുടെ പാപമോചനമല്ല. പ്രത്യുത പാപത്തിന്റെ അളവ്, എത്രമാത്രം പാപം അവർ ചെയ്യുന്നു, അവരെത്ര പാപിയാണ് എന്നൊരു അറിവ് അവർക്ക് ലഭിക്കുക എന്നുള്ളതാണ്. എത്ര പാപത്തിൽ അവരായിരിക്കുന്നു. ലൈക്ക് എ തെർമോമീറ്റർ. നമ്മളൊരു പനിയായിട്ട് ഒരു ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കയറുമ്പോഴത്തേന് അവിടെയുള്ള നേഴ്സ് നമ്മുടെ വായിലേക്കോ നമ്മുടെ കഷത്തിലേക്കോ ഒക്കെ ഒരു തെർമോമീറ്റർ വെക്കും. ആ തെർമോമീറ്റർ വെക്കുമ്പോഴത്തേന് നമ്മുടെ പനി പോകത്തില്ല. പനി മാറാൻ വേണ്ടിയിട്ടല്ല തെർമോമീറ്റർ വെക്കുന്നത്, എത്രമാത്രം പനി ഉണ്ട് എന്ന് അളക്കുവാൻ വേണ്ടിയിട്ടാണ് ആ തെർമോമീറ്റർ വെക്കുന്നത്. അതുപോലെ ഒരു തെർമോമീറ്റർ ആയിരുന്നു ഈ ന്യായപ്രമാണം എന്ന് പറയുന്നത്. അവരെത്രമാത്രം പാപത്തിലാണ്, എത്ര കിലോ പാപം ചെയ്തിരിക്കുന്നു, അതിന്റെ അളവ് അവർക്ക് മനസ്സിലാകുവാൻ വേണ്ടിയിട്ടാണ്. അവർ പാപികളാണെന്നും ആ പാപ പരിഹാരം അവരാൽ കഴിയത്തില്ലെന്നും
അതിനൊരു റിഡീമർ, ഒരു രക്ഷകൻ വരണം, ഒരു വീണ്ടെടുപ്പുകാരൻ വരണമെന്നും അങ്ങനെ ഒരു വീണ്ടെടുപ്പുകാരനായി അവർ കാത്തിരിക്കുവാൻ വേണ്ടിയിട്ട് അവരുടെ പാപങ്ങളുടെ അളവ് എത്ര ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. ആ റിഡീമറിന് വേണ്ടി കാത്തിരിക്കുവാൻ ദൈവം അവർക്ക് കൊടുത്തതാ ഈ ന്യായപ്രമാണം എന്ന് പറയുന്നത്. അവനെ അവർക്ക് വേണ്ടി കർത്താവ് അയക്കുമെന്ന് അവർ മനസ്സിലാക്കുവാൻ വേണ്ടി. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 19-ാം വാക്യം. ഞാൻ ഇന്ന് അധികം റെഫറൻസുകൾ എടുക്കാത്തതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നെല്ലാം ഓടിപ്പോയി. എനിക്ക് ആ ഒരു ഓവർവ്യൂ ഒന്ന് പറഞ്ഞു തരണം. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 3:19. അവിടെ ഒരു ചോദ്യം ചോദിക്കുക. അപ്പോൾ എന്നാൽ ന്യായപ്രമാണം എന്തിന്? അങ്ങനെ ആയിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ന്യായപ്രമാണം തന്നതെന്ന് അതിന്റെ വിശദീകരണം താഴെ പറയുക. വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തത്. അതായത് കർത്താവ് യേശു ക്രിസ്തു ലോകത്തിൽ വന്ന് അതിന്റെ പാപ പരിഹാരം ഉണ്ടാക്കുന്നത് വരെ മനുഷ്യന്റെ പാപത്തിന്റെ ആധിക്യ നിമിത്തം അത് ഇടയിൽ വന്നു ചേർന്നാണ്. നമ്മൾ എത്ര പാപിയാണെന്ന് അവർക്ക് മനസ്സിലാകുവാൻ വേണ്ടി. ഇറ്റ് വാസ് ആഡഡ് ബിക്കോസ് ഓഫ് ദ ട്രാൻസ്ഗ്രഷൻസ്. അവർ ദൈവിക കൽപ്പനകളെ മറുക്കുന്നത് കൊണ്ടും അത് പാലിക്കാതിരിക്കുന്നത് കൊണ്ടും പാപം ചെയ്ത് കൂട്ടുന്നതുകൊണ്ടും till the seed should come to whom the promise was made. വാഗ്ദത്തം ചെയ്ത സന്തതി വരുന്നത് വരെ, കർത്താവായ യേശു ക്രിസ്തു വരുന്നത് വരെ ലംഘനങ്ങൾ നിമിത്തം അവർക്ക് ദൈവം കൂട്ടിച്ചേർത്ത് കൊടുത്തതാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. ഒരു മശിഹ വരും, ആ വീണ്ടെടുപ്പുകാരൻ അവരെ വീണ്ടെടുക്കും. അങ്ങനെ ഒരു മശിഹ വരുമെന്ന് അവർ കാത്തിരുന്നു. ഇത് അവരെ അറിഞ്ഞിരുന്നു. അവരുടെ പ്രത്യാശയായിരുന്നു. ഒരു മെസ്സിഹ അവരെ ചേർപ്പാനായിട്ട് വരും. പക്ഷെങ്കിൽ ഒരു ഭയങ്കര $1 ബില്യൺ വിലയുള്ള പക്ഷെങ്കില ഇവിടെ ആ കർത്താവ് എങ്ങനെ വരും, കർത്താവ് എങ്ങനെ വരും എന്നവർ അറിഞ്ഞിരുന്നില്ല. അവരത് മനസ്സിലാക്കിയിരുന്നില്ല. അവരെ കർത്താവ് എന്ന് വരും എന്നൊക്കെ വളരെ റിസർച്ച് നടത്തിയിരുന്നു. അവരുടെ റബിമാരൊക്കെ എപ്പോഴും അവര് ന്യായപ്രമാണ പുസ്തകങ്ങൾ തുറന്നു വെച്ചിട്ട്, പ്രവാചക പുസ്തകങ്ങൾ തുറന്നു വെച്ചിട്ട് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുക. എന്ന് വരും മശിഹ, എങ്ങനെ വരും? ഇതാണ് അത്തിമരത്തിന്റെ കീഴിലിരുന്നിട്ട്, അത്തിയുടെ ചുവട്ടിലിരുന്ന് ഈ ന്യായപ്രമാണ പുസ്തകം പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ശീലം അവർക്കുണ്ട്. കർത്താവ് എന്ന് വരും എന്നുള്ള ഒരു വലിയൊരു ആരാய்ച്ച, ഒരു റിസർച്ച് അങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിൽ അതാണ് കർത്താവ് നഥനയേലിനെ നോക്കി പറഞ്ഞു, നീ അത്തിയുടെ കീഴിലിരുന്നപ്പോൾ നിന്നെ ഞാൻ കണ്ടിരുന്നു. ഞാൻ ഇന്ന് വരുമെന്ന് ഉള്ള പഠനത്തിൽ റബിമാരുടെ കൂടെ നീ അത്തിയുടെ കീഴിലിരുന്ന് പഠിക്കുമ്പോൾ ഞാൻ അന്നേ നിന്നെ കണ്ടിരുന്നു എന്ന് നഥനയേലിനോട് കർത്താവ് പറയുന്ന ഭാഗമൊക്കെ നമുക്ക് ഫെമിലിയറാ. ഇവര് വളരെ ആകാംക്ഷയോട് ദൈവത്തിന് വേണ്ടി കാത്തിരുന്നു. പക്ഷെങ്കിൽ എങ്ങനെ വരും എന്നവരാരും അറിഞ്ഞിരുന്നില്ല. എങ്ങനെ അവരെ പാപക്കുഴിയിൽ നിന്ന് ദൈവം വീണ്ടെടുക്കും എന്നൊരു വ്യക്തത അവർക്കില്ലായിരുന്നു. മശിഹ വരുമെന്നും അവരെ രക്ഷിക്കുമെന്നും അവരറിഞ്ഞിരുന്നുവെങ്കിലും അത് ഏത് രൂപത്തിലായിരിക്കും, അത് എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ക്ലാരിറ്റി അവർക്കില്ലായിരുന്നു. എന്നാൽ അവർ ആഗ്രഹിച്ചിരുന്നതും അവരുടെ ബുദ്ധിക്കനുസരിച്ച് അവർ മനസ്സിലാക്കിയിരുന്നതും അവൻ യഹൂദ ഗോത്രത്തിലെ സിംഹമായിട്ട് വരും. അവൻ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് അരുളുന്നവനായി, രാജാതി രാജാവായിട്ട്, ദ കിങ് ഓഫ് കിങ്സ്. അങ്ങനെ ദൈവം ലോകത്തിലേക്ക് മശിഹ വരും എന്നവർ ചിന്തിച്ചിരുന്നു. അങ്ങനെ അവർ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവരിൽ 99% പേരും കർത്താവിന് ഒരു സഫറിങ് സെർവന്റായി വരുവാനായിട്ട് ആഗ്രഹിച്ചിരുന്നില്ല, വരുമെന്ന് കരുതിയിരുന്നില്ല. കർത്താവ് കഷ്ടം അനുഭവിക്കുന്ന ദൈവത്തിന്റെ ദാസനായിട്ട് ഈ ലോകത്തിലേക്ക് വരും. യെശയ്യാ പ്രവാചകൻ ഈ പ്രവചനത്തിന്റെ തന്നെ താഴോട്ടൊക്കെയുള്ള ഭാഗങ്ങളിൽ എഴുതിയിരിക്കുന്നത്, അവന് രൂപഗുണമില്ല, അവന് കോമളത്വമില്ല, അവനെ കാണാൻ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല, അവൻ മനുഷ്യനാൽ ത്യജിക്കപ്പെട്ടും മനുഷ്യനാൽ നിന്ദിക്കപ്പെട്ടും ഇരിക്കുന്നു. അവനെ കാണുന്നവരെല്ലാം മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. ആക്ഷേപിക്കുന്ന രീതിയിൽ, തുണി പോലും പൂർണ്ണമായിട്ടില്ലാത്ത രീതിയിൽ, മുഖം മറയ്ക്കത്തക്ക രീതിയിൽ നിന്ദിതനായിരുന്നു. അടികൊണ്ടും മുറിവേറ്റും അവൻ നിന്ദിതനായിരുന്നു. ഇങ്ങനൊരു മശിഹായെ യഹൂദൻ പ്രതീക്ഷിച്ചിരുന്നില്ല. യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചിരുന്നുവെങ്കിലും അത് മശിഹ ആണെന്ന് അവർ മനസ്സിലാക്കിയിരുന്നില്ല. ഹല്ലേലൂയ. നമുക്ക് ചോദിക്കാം, മെശിഹ പ്രവചനം 53 ഇത് പറഞ്ഞിരുന്നില്ലേ? ഓഫ് കോഴ്സ് പറഞ്ഞിരുന്നുവെങ്കിലും അത് മശിഹയെ കുറിച്ചാണെന്നും മശിഹ അങ്ങനെ വരുമെന്നും ആ കാലത്തിൽ ഒരു മനുഷ്യനും മനസ്സിലാക്കിയിരുന്നില്ല. അവരത് ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനം. ഒരു പ്രഭാഷകൻ ഒരു ഇംഗ്ലീഷ് പ്രഭാഷകൻ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. യെശയ്യാവ് 53-ാം അധ്യായം ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കാരണം അത് പരസ്യമായ പാഠം വായന പദ്ധതികളിൽ തന്നെ ആ അധ്യായത്തെ അവർ ഒഴിവാക്കിയിരുന്നു. യഹൂദൻ 53-ാമത്തെ അധ്യായം, യെശയ്യാ 53-ാമത്തെ അധ്യായം പരസ്യമായ പാഠം വായനയിൽ നിന്ന് തന്നെ അതിനെ ഒഴിവാക്കിയിരുന്നു. ബിക്കോസ് അവർ അങ്ങനെ ഒരു മശിഹായെ പ്രതീക്ഷിച്ചിരുന്നില്ല, അങ്ങനെ ഒരു മശിഹായെ അവർ ആഗ്രഹിച്ചിരുന്നില്ല.
ദൈവം അവരോട് സംസാരിച്ചു എന്നത് ശരിയാണ്, പക്ഷേ അവരത് വിശ്വസിച്ചിരുന്നില്ല. ദൈവം പല ആവർത്തി അവരോട് പറഞ്ഞു. ദാവീദ് ഏകദേശം 1000 വർഷങ്ങൾക്ക് മുൻപ് വന്നത്. സങ്കീർത്തനം 22 നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് കാണാം. കർത്താവിന്റെ ഈ ക്രൂശ് മരണത്തെ പ്രാവചനിക ഭാഷയിൽ കണ്ട് താൻ അക്കമിട്ട് എഴുതിയിരിക്കുക. 1-ാമത്തെ വാക്യം തുടങ്ങുന്നത് തന്നെ ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് പറയുന്ന എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടതെന്ത്, ക്രൂശിൽ കിടന്ന് കർത്താവ് നിലവിളിക്കുന്ന ആ രംഗമാണ്. അത് എഴുതിയ 22-ാമത്തെ അധ്യായം തുടങ്ങുന്നത് തന്നെ അതിന്റെ പ്രവചന നിവർത്തി നടക്കുന്നുണ്ടോ? മത്തായിയുടെ സുവിശേഷം ഞാനതൊന്ന് കാണിച്ചോട്ടെ. മത്തായിയുടെ സുവിശേഷം 27-ാമത്തെ അധ്യായം. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിന്റെ 46-ാമത്തെ വാക്യം ഒന്ന് കാണിക്കാം. 46-ാമത്തെ വാക്യം, മത്തായി 27:46. അവിടെ പറയുന്നത് കണ്ടില്ലയോ? ഏകദേശം 9-ാം മണി നേരം. ഇത് സങ്കീർത്തനം 22-ൽ പറഞ്ഞിരിക്കുന്ന കാര്യം. ഏകദേശം 9-ാം മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം. എക്സാക്ട്ലി എന്ത് ദാവീദ് സങ്കീർത്തനങ്ങളിൽ കൂടി പറഞ്ഞിരിക്കുന്നു, സങ്കീർത്തനങ്ങളിൽ കൂടെ പറഞ്ഞിരിക്കുന്ന അതേ ഭാഗത്തിനെ അങ്ങനെ എഴുതിയിരിക്കുക. ഒരു വ്യത്യാസമില്ലാതെ അങ്ങനെ അവിടെ നിറവേറിയിരിക്കുക. കർത്താവ് കാൽവറിയിൽ ഉറച്ച നിലവിളിയോടും അഭയയാചനയോടും കർത്താവിനോട് ചോദിക്കുന്ന ഒരു രംഗമാണ്. എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു. ഇതെല്ലാം 22-ൽ പറഞ്ഞിരിക്കുന്നതാണ്, സങ്കീർത്തനം 22-ൽ. ഇതെല്ലാം നിറവേറിയിട്ടും അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എക്സാക്ട്ലി എന്താണ് 22-ാമത്തെ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത് അത് അതപ്പടിയേ ഇവിടെ നിറവേറിയിട്ട് പോലും അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് ഹാപ്പൻ ദേർ. കർത്താവിന്റെ വസ്ത്രത്തെ അവർ പകുത്തെടുത്തു. എന്നാൽ ഒരു നിലയങ്കിയുണ്ട്, ആ നിലയങ്കി അവർ കീറണ്ട എന്ന് കരുതിയിട്ട് അവരതിന് ചീട്ടിട്ടു. എൻ്റെ വസ്ത്രത്തിനായി എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. അനേക കാളകൾ എന്നെ വളഞ്ഞു, ബാശാൻ കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു. റോമൻ പടയാളികൾ കുന്തങ്ങളും വടിവാളുകളുമായിട്ട് അനേക കാളകൾ എന്നെ വളഞ്ഞിരിക്കുന്നു. ഇതെല്ലാം അപ്പടിയെ എഴുതിയിരിക്കുക. പക്ഷെ അവരത് അറിഞ്ഞില്ല, അവർ വിശ്വസിച്ചില്ല. ജോൺ ദ ബാപ്റ്റിസ്റ്റ് ലോകത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ യോഹന്നാൻ സ്നാപകൻ അവരോട് പറയാണ്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അവർക്ക് വിശ്വസിക്കാനാണെന്നുണ്ടെങ്കിൽ അന്നേരം വിശ്വസിക്കാം. പ്രവാചകന്മാരുണ്ട്, പുരോഹിതന്മാരുണ്ട്, മഹാപുരോഹിതനുണ്ട്, ശാസ്ത്രിമാരുണ്ട്, എല്ലാവരും ഉണ്ട്. അവരുടെ മുന്നിൽ അസന്നിഗ്ധമായിട്ട് ജോൺ ദ ബാപ്റ്റിസ്റ്റ് വിളിച്ചു പറയുക, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. കർത്താവിന്റെ യോർദാനിലെ സ്നാനം, ആ യോർദാനിലെ ജലസ്നാനത്തിൽ മശിഹായെ അവർക്ക് വെളിപ്പെടുത്തേണ്ടതിന് വേണ്ടി മാത്രം നടത്തിയ സ്നാനം. ഇസ്രായേലിന് മശിഹായെ അവർ കാത്തിരുന്ന മശിഹ ഇന്നാരാണെന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടി നടത്തിയ സ്നാനമാണ്. അവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുപോലെ സാക്ഷ്യം പറയുക, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അവന് ചെവി കൊടുക്കുവാനായിട്ട് പറയുക. ഇവനിൽ നിത്യജീവനുണ്ട്, ഇവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്ന, അവന്റെ ചെരുപ്പിന്റെ വാറ അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് യോഹന്നാൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് അവിടെ സാക്ഷ്യം പറയുക. എന്നിട്ടും അവരതിനെ വിശ്വസിച്ചില്ല. കർത്താവ് സംസാരിക്കുക അവരോട്. കർത്താവ് ഡയറക്റ്റ് പേഴ്സണലായിട്ട് സംസാരിക്കുക. പുസ്തക ചുരുളുകളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. ഹനനയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല, ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല. ഇതാ ഞാൻ വരുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. സ്വന്തമായിട്ട് ഒരു കഷ്ടം അനുഭവിക്കുന്ന ദാസനായിട്ട് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ, ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് നേരെ കൊണ്ടുവന്ന് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലെന്നുണ്ടെങ്കിൽ ക്രൂശി തറച്ച് കൊല്ലാൻ വേണ്ടിയിട്ടല്ല. ആ പുത്രൻ സ്വന്തമായിട്ട് പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ തന്നെ സമർപ്പിക്കണം. എങ്ങനെങ്കിലും ഒരു ആടിനെ കൊല്ലുന്ന മാതിരി കൊന്ന് ക്രൂശിൽ തറയ്ക്കുവാൻ വേണ്ടിയിട്ടല്ല. ആ പുത്രൻ ഹോമയാകവും ഹനനയാകവും നീ ഇച്ഛിച്ചില്ല. ഞാൻ വരുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ തന്നെ സമർപ്പിച്ചു വന്ന ദൈവദാസനായിട്ട് കർത്താവ് ഈ ലോകത്തിൽ വന്നിരിക്കുക. അത് കർത്താവ് പ്രസംഗിക്കുക. അത് അവർ ചോദ്യം ചെയ്യുമ്പോഴൊക്കെ, കർത്താവിനെ കുറിച്ച് ചോദ്യം ചെയ്യുമ്പോഴൊക്കെ കർത്താവ് പറയും. ലൂക്കോസിന്റെ സുവിശേഷം 24, ഏകദേശം ലൂക്കോസിന്റെ സുവിശേഷം 24 എന്നൊക്കെ പറഞ്ഞ അവസാനത്തെ അധ്യായമാണ് ലൂക്കോസിന്റെ. അതിന്റെ ആ അവസാനത്തെ വാക്യങ്ങളിലൊക്കെ നോക്കിയാൽ അതിന്റെ 44 എന്ന് കാണിക്കുക. 44-ൽ കർത്താവ് തന്നെ അവരോട് പറയാത്ത ഒരു ഭാഗം കണ്ടോ? 44-ൽ പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. ഇവിടെ കർത്താവ് യഹൂദന്മാരോട്, ശിഷ്യന്മാരോട് പറയുക. മോശയുടെ ന്യായപ്രമാണത്തിലും കണ്ടില്ല, ഇതാണ് പഴയ നിയമത്തിലെ പ്രധാന പുസ്തകം. 5 പുസ്തകമാണ് പെന്റാറ്റൂക്ക്. മോശയുടെ ന്യായപ്രമാണ പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. സങ്കീർത്തനങ്ങളിലും, സങ്കീർത്തനം എന്ന് പറയാൻ കാര്യം ഇതിനെ
സോറി ന്യായപ്രമാണത്തിൽ മോശയുടെ ന്യായപ്രമാണത്തിലും ഇതാണ് 5 പുസ്തകം ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. അത് കഴിഞ്ഞിട്ടുണ്ട് പ്രവാചക പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് ശേഷം കൊടുത്തിരിക്കുന്ന പ്രവാചകന്മാരുടെ പുസ്തകമാണ്. 5 മേജർ പ്രോഫറ്റും 12 മൈനർ പ്രോഫറ്റും ഒക്കെ ആയിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്ന പോലെ അവർക്ക് കൊടുത്തിരുന്ന പ്രവാചക പുസ്തകങ്ങൾ. അതിനുശേഷം പറഞ്ഞിട്ടുണ്ട് സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത് കെത്തുവീം എന്ന് പറയുന്ന ആ ബുക്കുകളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ പുസ്തകമാണ് സങ്കീർത്തനം. അതുകൊണ്ട് ആ പുസ്തകത്തെ കെത്തുവീം എന്ന് പറയുന്നതിനേക്കാൾ സങ്കീർത്തനം എന്ന് പറയാറുണ്ട്. അതാ കർത്താവ് പറയുന്നത് എൻറ്റയർ ബൈബിളിൽ എന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്ന് പറയുക. പഴയ നിയമം കൊടുത്തിരുന്ന ആ സ്ക്രിപ്ചർ മുഴുവനും മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളും സങ്കീർത്തനങ്ങളും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെ നിവർത്തിയാകണം എന്നുള്ളത് തന്നെയെന്ന് പറഞ്ഞു. മുഴുവനും പഴയ നിയമത്തിൽ ഉൽപ്പത്തി മുതൽ മലാഖി വരെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണെന്ന് കർത്താവ് തന്നെ സാക്ഷ്യം പറയുക. ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരുന്നിട്ടും അവർക്ക് മനസ്സിലായില്ല, അവർ തിരിച്ചറിഞ്ഞില്ല. മഹാപുരോഹിതൻ തിരിച്ചറിഞ്ഞില്ല, പൗരോഹിത്യ വൃന്ദം ഒരു തിരുവറിഞ്ഞില്ല, ശാസ്ത്രിമാര് അവരറിഞ്ഞില്ല, യഹൂദ പ്രമാണികൾ, പരീശന്മാര്, സദൂക്യര് ഇവരാരും തന്നെ അത് ഉൾക്കൊണ്ടില്ല. പരിശുദ്ധ ആത്മാവാൻ ദൈവം പെന്തക്കോസ് നാളിൽ അവരുടെ മേലേക്ക് വരിക, വാഗ്ദത്ത നിവർത്തി, യെശയ്യാവ്, യെരമ്യാവ്, അതുപോലുള്ള പ്രവാചകന്മാർ പ്രവചിച്ചിരുന്നത് അതുപോലെ നിവർത്തിയാകുക. എന്നിട്ടും അവർ വിശ്വസിച്ചില്ല. അവര് ചോദ്യം ചെയ്തുകൊണ്ടും അവിടെ നടക്കുന്ന അതിന് ലീഡ് ചെയ്യുന്ന അപ്പോസ്തലന്മാരെ അറസ്റ്റ് ചെയ്യാനും അവരെ കൊല്ലാനും നോക്കും, അവരെ പീഡിപ്പിക്കാനും അവരെ പിടിച്ച് ജയിലിലിടാൻ നോക്കും. അവർ വിശ്വസിക്കുന്നില്ല. പക്ഷെ അവരത് തിരിച്ചറിഞ്ഞില്ല, വിശ്വസിച്ചില്ല. 12 അപ്പോസ്തലന്മാർ അവരോട് സംസാരിച്ചു, അവരവരെ കൊന്നുകളഞ്ഞു. ദാരുണമായിട്ട് യാക്കോബിനെ ആദ്യം കൊന്നുകളഞ്ഞു. അതിനുശേഷം അവരെയൊക്കെ ഓടിപ്പോയ സ്ഥലങ്ങളിലൊക്കെ അവരെ കൊന്നുകളഞ്ഞു. ഇവിടെയാണ് യെശയ്യാ പ്രവാചകൻ 53 പ്രസക്തി. യെശയ്യാ പ്രവചനം 53 എന്താണ് പറഞ്ഞ് ഈ അധ്യായം ആരംഭിക്കുന്നത് തന്നെ 2 ചോദ്യങ്ങൾ ചോദിച്ചോണ്ട്. ഈ അധ്യായത്തിന്റെ പ്രസക്തി ഇവിടെ വരുന്നത്. ഒന്നാമത്തെ ചോദ്യം ഞാനതൊന്ന് പ്രൊജക്ട് ചെയ്യാം. യെശയ്യാ പ്രവചനം 53 അധ്യായം ഞാനതൊന്ന് പ്രൊജക്ട് ചെയ്യാം. അത് തുടങ്ങുന്നത് തന്നെ 2 ചോദ്യങ്ങൾ ചോദിച്ചോണ്ട്. അവിടെ പറയാണ്, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? ഒന്നാമത്തെ ചോദ്യം. യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? രണ്ടാമത്തെ ചോദ്യം. ഹൂ ഹാത്ത് ബിലീവ്ഡ് അവർ റിപ്പോർട്ട് ആൻഡ് ടു ഹൂം ഈസ് ദ ആം ഓഫ് ദ ലോർഡ് റിവീൽഡ്? ഒരു മനുഷ്യർക്കും മനസ്സിലായിട്ടില്ല. ഞങ്ങൾ കേൾപ്പിച്ചത് ആരും വിശ്വസിച്ചിട്ടില്ല. യഹോവയുടെ ഭുജം ആർക്കും വെളിപ്പെട്ടിട്ടില്ല. ദൈവിക പദ്ധതി എന്താണെന്നും ദൈവം അറിയിച്ചിരിക്കുന്ന ഈ മഹാസത്യം എന്താണെന്നും ഒരു മനുഷ്യനും വെളിപ്പെട്ടിട്ടില്ല. ഈ ചോദ്യത്തോടാണ് 53 അധ്യായം ആരംഭിക്കുന്നത് തന്നെ. ഇവിടെ nobody has believed what exactly happening here. ഈ റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലനും ഇത് തന്നെയാണ് പറയുന്നത്. ഇത് പറഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങളെ റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. റോമാലേഖനം 10 അധ്യായം അതിന്റെ 14 മുതൽ 15 വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. 10 അധ്യായം 14-15 വാക്യങ്ങൾ അവിടെ പറയുന്നത് കണ്ടോ? എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കർത്താവിനെ വിശ്വസിച്ചിട്ടില്ല. അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? അങ്ങനൊരു രീതിയിൽ കർത്താവ് വരുമെന്ന് അവർ വിശ്വസിച്ചിരുന്നില്ല. പിന്നെ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? അടുത്ത ചോദ്യം. ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അടുത്ത വാക്യം. എങ്കിലും എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല. കർത്താവെ, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചു എന്ന് യെശയ്യാവ് പറയുന്നുവല്ലോ. യെശയ്യാ പ്രവാചകൻ പറയുന്ന ഈ 53 വാക്യമാണ്. 53 1 വാക്യമാണ്. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചു. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഇവിടെ കാര്യങ്ങൾ പറഞ്ഞ് പൗലോസ് അപ്പോസ്തലൻ ഒരു വിഷയത്തെ എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് റോമാലേഖനം 10 അധ്യായം അവിടെയും ഈ റെഫറൻസ് പറഞ്ഞുകൊണ്ട് കാര്യം, ഒരു മനുഷ്യനും ഈ വിഷയം വിശ്വസിച്ചിരുന്നില്ല. അത് ആർക്കും വെളിപ്പെട്ടിരുന്നില്ല. ആരും വിശ്വസിച്ചിരുന്നില്ല. കർത്താവ് ലോകത്തിൽ വന്നപ്പോൾ 300-ലധികം പ്രവചനങ്ങൾ നിവർത്തിയാകുക. പക്ഷെ അവരത് വിശ്വസിച്ചില്ല. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനം എക്സാക്ട്ലി എന്താണ് കർത്താവ് ലോകത്തിൽ വരുമ്പോൾ നടക്കേണ്ടത്, ഏത് സാഹചര്യത്തിലാണ് കർത്താവ് ഉലകത്തിലേക്ക് വരുന്നതെന്ന് എല്ലാ പ്രവാചകന്മാരും പ്രവചിക്കുക. റൗണ്ട് അബൌട്ട് 300 പ്രവചനങ്ങൾ, പ്രോഫസീസ് അവിടെ നിറവേറുക ഓരോ ദിവസങ്ങളിലും ഓരോ സംഭവങ്ങളിലും കൂടെ. അത് മാത്രം മതിയായിരുന്നു അവർക്ക് വിശ്വസിക്കാനായിട്ട്. പക്ഷേ എന്നിട്ടും അവർ കർത്താവിനെ വിശ്വസിച്ചില്ല. പരിശുദ്ധ ആത്മാവ് അവരോട് സംസാരിച്ചു, അവർ വിശ്വസിച്ചില്ല. കർത്താവ് പത്രോസിലൂടെയും 12 അപ്പോസ്തലന്മാരിൽ കൂടെയും
അവരോട് വളരെ സൗമ്യമായിട്ട് അവരുടെ പുരോഹിതന്മാരോടും അവരോട് പേഴ്സണലായിട്ട് സംസാരിച്ചു. അവരിൽ കൂടെ അവരോട് സംസാരിച്ചു. 1000 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചിരുന്ന പ്രവചനങ്ങൾ, അതായത് ദാവീദ് പ്രവചിച്ചിരുന്ന സങ്കീർത്തനത്തിലെ വാക്യങ്ങൾ അക്ഷരം പെടി നിറവേറുന്നത് അവരുടെ കൺമുമ്പിൽ കണ്ടിട്ടും അവരതിലൊന്നും വിശ്വസിച്ചില്ല. വാക്കും ഭാഷണവുമില്ലാതെ അന്നും ഇന്നും കർത്താവിന്റെ കല്ലറ അവരുടെ മുന്നിൽ തുറന്നു കിടക്കുന്നു. പക്ഷെ അവരിന്നും വിശ്വസിച്ചിട്ടില്ല, അന്നും അവർ വിശ്വസിച്ചിട്ടില്ല. ഇവിടെ എനിക്ക് നിന്ന് വിവരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ഇതിലേക്ക് വരുന്നുണ്ട്. അടുത്ത ആഴ്ചകളിൽ നമ്മൾ ഈ വിഷയം പഠിക്കുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ഞാൻ ഇതിനെക്കുറിച്ച് പറയാം. ഇവിടെ അശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിന്റെ ചില വാക്യങ്ങളെങ്കിലും ഒന്ന് വായിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് വായിച്ചൊരല്പം കൂടെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഈ പഠനം തൽക്കാലം ഇതിന്റെ ഓവർവ്യൂ ഇവിടെ നിർത്തിയിട്ട് വരും ദിവസങ്ങളിൽ ഇതിനെ കവർ ചെയ്യാമെന്ന് കർത്താവിൽ ആഗ്രഹിക്കുന്നു. 53-ാമത്തെ അധ്യായത്തിന്റെ ചില വാക്യങ്ങൾ മാത്രം ഞാനൊന്ന് വായിക്കാം. 53-ന്റെ 3 മുതൽ ഉള്ള ചില വാക്യങ്ങൾ വായിക്കാം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായിരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. അടുത്ത വാക്യം: സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. താൻ താഴ്ത്തി വായി തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായി തുറക്കാതിരുന്നു. ഞാൻ ഇവിടെ നിർത്തുകയാണ്. അടുത്ത ആഴ്ചയിൽ അടുത്ത ദിവസത്തെ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സിൽ ഞാൻ ഈ ഭാഗം കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു കാര്യം മാത്രം പറയാം. ഇവിടെ പ്രവാചകൻ നമ്മൾ ഈ വായിച്ച് കേട്ട ഭാഗം ഇവിടെ ഈ വായിച്ച് കേട്ട ഭാഗം നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ തകർന്നു, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നാം എല്ലാവരും ഒരുപോലെ തെറ്റി ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതാരെ കുറിച്ചാ പ്രവാചകൻ പറയുന്നത്? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പ്രവാചകൻ യെശയ്യാ പ്രവാചകനോട് സംസാരിക്കുന്ന യഹൂദനോട്, ഈ ഇസ്രായേലിൽ നിന്ന് ദൈവം തെരഞ്ഞെടുത്ത ഇസ്രായേൽ ജനത്തിനോട് സംസാരിക്കുവാൻ ദൈവം അയച്ചിരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരിൽ ഒരാളാണ് യെശയ്യാ പ്രവാചകൻ. പ്രവാചകനായിട്ട് ദൈവം അയച്ചിരിക്കുക, അവരോട് ദൈവം സംസാരിക്കുക. ഇത് പ്രവാചകൻ സംസാരിക്കുന്നത് അർത്തമീസ് ദേവിയെ ആരാധിച്ച ബാൽ വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടി അവർക്ക് വിളക്ക് കൊളുത്തി അവിടെ പൂജിച്ച് നിൽക്കുന്ന ജാതികളായ നമ്മളോട് പറയുന്ന കാര്യമല്ല ഇത് യഹൂദനോട് ദൈവം പറയുന്നതും അവര് തെറ്റിപ്പോയിരിക്കുന്നതിനാൽ അവരുടെ അകൃത്യം നിമിത്തം. ഇവിടെ കണ്ടില്ലയോ, എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം. ഈ നമ്മുടെ എന്ന് പറഞ്ഞ ആരുടെ കാര്യമാണ്? യഹൂദനോട് സംസാരിക്കുക, അല്ലാതെ ജാതികളായിട്ട് ജാതീയ അമ്പലത്തിൽ അവിടെ അട ഉണ്ടാക്കി അവിടെ വിളക്ക് കൊളുത്തി നിൽക്കുന്ന നിങ്ങളോട് പറയുന്ന കാര്യമല്ല. ഇത് യഹൂദനോട് പറയുന്ന കാര്യമാണ്. ഇതിനൊരു വലിയ വശമുണ്ട്. ഞാനത് അടുത്ത ക്ലാസ്സുകളിൽ നിങ്ങൾ മനസ്സിലാവും. ഞാനതിൻ്റെ ഒരു ഓവർവ്യൂ മാത്രമായി എന്ന് പറയുന്നത്. ഇതെല്ലാം പറയുന്നത് യഹൂദനോട്. ഇവിടെയൊന്നും നമ്മൾ ഈ പിക്ചറിലേ ഇല്ല ഈ ഒരു കാര്യത്തിൽ. കാര്യം ഇതൊന്നും നമ്മളോട് പറഞ്ഞ് നമുക്ക് അറിയത്തില്ല. ഇതിനെക്കുറിച്ച് ABCD നമുക്ക് അറിയത്തില്ല. ഇതിന്റെ ഉൽപ്പത്തിയിൽ എന്താ 1-ാം അധ്യായത്തിൽ എന്താ പറഞ്ഞേക്കുന്നതെന്ന് പോലും നമുക്ക് അറിയത്തില്ല. അങ്ങനെയുള്ള ഒരാളോട് 53-ാം അധ്യായത്തിൽ യെശയ്യാ പ്രവചനം, അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വരിക്കുന്നു, നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി എന്നൊക്കെ പറയുന്ന ഒന്നും നമ്മളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമല്ല. നമ്മുടെ നമ്മുടെ രക്ഷാ പദ്ധതി ഇവിടെ ഒന്നും വെളിപ്പെടുത്തിയിട്ടേ ഇല്ല. സഭ, ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന സ്വർഗീയ മർമ്മം ഇവിടെ റിവീൽഡ് ആയിട്ടില്ല. ക്രൂശിലൂടെ 2 ദൈവിക പദ്ധതികൾ നിവർത്തിയാകുകയാണ്. ഒരു വെടിക്ക് 2 പക്ഷി എന്ന് മലയാളത്തിൽ പറയുന്നത് പോലെ ഒരു ക്രൂശിലൂടെ 2 ദൈവിക പദ്ധതികൾ, 2-fold പർപ്പസ് ഓഫ് ഗാഡ്. 2 ദൈവിക പദ്ധതികളുടെ ചുരുളഴിയാണ്, 2 ദൈവിക പദ്ധതികൾ നിറവേറുക. അതാദ്യം നമ്മൾ മനസ്സിലാകണം. ഒന്ന് വെളിപ്പെടുത്തിയിരിക്കുന്ന പദ്ധതി, അതാണ് ഉൽപ്പത്തി മുതൽ മലാക്കി വരെ വെളിപ്പെടുത്തിയിരിക്കുന്നതും മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനിൽ കൂടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നതും.
അവരോട് ആ കാലത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് പഴയ നിയമകാലത്തിലെ അവരോട് വെളിപ്പെടുത്തിയിരിക്കുന്ന പദ്ധതിയുടെ നിറവേറൽ നടക്കുക. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മിസ്റ്ററി ആയിരുന്ന ഒരു ദൈവിക മർമ്മം ഇതിലൂടെ വെളിപ്പെടുന്നുണ്ട്. അതെല്ലാം അടുത്ത ദിവസങ്ങൾ നമ്മൾ പഠിക്കും. മറഞ്ഞിരുന്ന ദൈവിക മർമ്മം അത് അപ്പോസ്തലനായ പൗലോസിലൂടെ വെളിപ്പെടുകയാണ്. If you have heard of the dispensation of the grace of God which is given me to your word, നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥ അതെന്താണെന്ന് ഈ ക്രൂശിലൂടെ നിറവേറുകയാണ്. നമുക്ക് രണ്ടുപേർക്കും ഒരുപോലെ രക്ഷാ പദ്ധതി തുറന്ന ഒരു വലിയ സംഭവമായത്. ഒരു ക്രൂശിലൂടെ രണ്ട് രക്ഷാ പദ്ധതികൾ ടു ഫോൾഡ് പർപ്പസ് ഓഫ് ഗോഡ്. ഒന്ന് യഹൂദിയ പദ്ധതിയും ഒന്ന് ക്രിസ്തീയ പദ്ധതിയുമാണ്. ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന പദ്ധതിയും യഹൂദന്റെ വാഗ്ദത്ത പദ്ധതിയുമാണ്. ഹല്ലേലൂയ. ഇവിടെ കർത്താവിന്റെ ക്രൂശ് മരണം ഒരു മർമ്മമേ അല്ല, മറിച്ച് അതൊരു ദൈവിക പദ്ധതിയുടെ നിവർത്തീകരണമാണ്. മിസ്റ്ററി എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ക്രൂശിലൂടെ ഒരു കാലത്തും നമുക്ക് അടുക്കാൻ കഴിയാതിരുന്ന ഒരു ദൈവിക പദ്ധതിക്ക്, അതിലെ വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെടുന്ന ഒരു വലിയ ദൈവിക പദ്ധതി, അതായത് ആ ക്രൂശിലൂടെ ഉലകത്തിന്റെ പാപത്തെ മുഴുവൻ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. കർത്താവ് നമ്മുടെ പാപത്തിന് പരിഹാരമായി തീർന്നിരിക്കുന്നുള്ള ആഴമായ വിശ്വാസത്താൽ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചിരിക്കുന്നു. ഉലകത്തിലുള്ള ഒരു ജാതി യഹൂദനെന്ന ജാതികളെന്നും ഒരു വ്യത്യാസമില്ലാതെ ഒരു ന്യൂ മാൻ, ന്യൂ ക്രിയേഷൻ. ഇതാ മിസ്റ്ററി. നമുക്ക് അതിലൂടെ രക്ഷ ലഭിക്കുക. ഈ കർത്താവ് മരിക്കുന്ന കാര്യം യെശയ്യാ പ്രവാചകൻ 53 പറയുമ്പോൾ ജാതികൾ ഈ പിക്ചറിലേ ഇല്ല. അവർ ഈ ബ്രാക്കറ്റിലോ ഈ ഫ്രെയിമിലോ അവർ വരത്തില്ല. അവരോട് പറയുന്ന കാര്യമല്ല 53 എഴുതിയിരിക്കുന്നത്. ഇവിടെ കർത്താവിന്റെ ക്രൂശ് മരണം ഒരു മർമ്മമല്ല എന്ന് മാത്രം നിങ്ങൾ തൽക്കാലം മനസ്സിലാക്കുക. ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രകാരം എന്തായിരുന്നു കർത്താവിന്റെ കഷ്ടാനുഭവത്തിന്റെയും മരണത്തിന്റെയും പർപ്പസ്? എന്തായിരുന്നു അതിന്റെ ആത്യന്തികമായ ഉദ്ദേശം? ചില കാര്യങ്ങൾ ഞാനൊന്ന് ഓർപ്പിക്കാം. ഒന്ന്, ഇസ്രായേലിനെ അവരുടെ പാപങ്ങളിൽ നിന്നും അവരുടെ അകൃത്യങ്ങളിൽ നിന്നും അവരെ വീണ്ടെടുക്കുക. മെസ്സിയ ആസ് ദ റിഡീമർ. അവരുടെ ഒരു വീണ്ടെടുപ്പുകാരനായിട്ട് അവർ കാത്തിരിക്കേണ്ടിയിരുന്ന ആ റിഡീമർ, ഈ യഹൂദനെ അവരുടെ പാപങ്ങളിൽ നിന്നും അവരുടെ അകൃത്യങ്ങളിൽ നിന്നും വീണ്ടെടുക്കുക. 2, വാഗ്ദത്തം ചെയ്ത ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകുവാൻ പാപങ്ങളെ മുദ്രയിടണം, അതിനെ മുദ്രയിടുക. 3, അകൃത്യത്തിന് പ്രായശ്ചിത്തം വരുത്തണം. നിങ്ങൾ ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 24-ാം വാക്യം വായിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും, എന്തെല്ലാം അവിടെ നിറവേറണം എന്നുള്ളത്. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം അതിന്റെ 24-ാം വാക്യം ഞാൻ പെട്ടെന്നൊന്ന് ഫ്ലാഷ് ചെയ്യാം. 9:24 ഇവിടെ പറഞ്ഞുണ്ടോ, അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടണം. ഈ പാപങ്ങളെ മുദ്രയിടണം. 2, അകൃത്യത്തിന് പ്രായശ്ചിത്തം വരുത്തണം. ഈ അകൃത്യം ഇവിടെ നടന്നിരിക്കുന്ന ആ അകൃത്യത്തിന് പ്രായശ്ചിത്തം, ഈ ഒരു പ്രായശ്ചിത്തം ഇവിടെ നടക്കണം. 4-മതായിട്ട് കർത്താവിന്റെ രക്തത്തിൽ അധിഷ്ഠിതമായ ഒരു പുതിയ നിയമം ഇവിടെ സ്ഥാപിക്കണം. ഈ 4 കൂട്ടം കാര്യങ്ങളാണ് മെയിനായിട്ട് കർത്താവിന്റെ ആ കാൽവറി മരണത്തിലൂടെ, കഷ്ടാനുഭവത്തിലൂടെ പഴയ നിയമവുമായിട്ടുള്ള ബന്ധത്തിൽ നിറവേറേണ്ടിയിരുന്ന കാര്യങ്ങൾ. 1, ഇസ്രായേലിനെ അവരുടെ പാപങ്ങളിൽ നിന്നും അകൃത്യങ്ങളിൽ നിന്നും വീണ്ടെടുക്കണം. 2, വാഗ്ദത്തം ചെയ്ത ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിതമാകുവാൻ പാപങ്ങളെ മുദ്രയിടണം. 3, അകൃത്യത്തിന് പ്രായശ്ചിത്തം വരുത്തണം, പ്രായശ്ചിത്തയാഗം. 4, കർത്താവിന്റെ രക്തത്തിൽ അധിഷ്ഠിതമായ ഒരു പുതിയ നിയമം ഇവിടെ സ്ഥാപിക്കണം. ഇതാ കർത്താവ് പെസഹ നാളിൽ പറയുന്നത്, ഇതെന്റെ രക്തത്തിൻ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. ന്യായ പ്രമാണത്തിൽ കൂടെ ഒരു പാപവും മോചിക്കത്തില്ല. പാപം മോചിക്കുന്നത് കർത്താവിന്റെ രക്തത്തിലാണ്. ആ രക്തത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രമാണം, ഒരു പുതിയ പ്രമാണം അവരുടെ ഹൃദയങ്ങളിൽ എഴുതണം. അത് കർത്താവ് അവർക്ക് കൊടുക്കുക. അതാണ് പെന്തക്കോസ്ത് നാളിൽ നിറവേറുന്നത്. അതാണ് കർത്താവ് പറഞ്ഞത്, ഇത് എൻ്റെ രക്തത്തിന് പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. ഇതാണ് യഹൂദനോടുള്ള ബന്ധത്തിൽ ക്രൂശന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഇവിടെ യഹൂദന് രക്ഷ കൃപയാൽ വിശ്വാസം മൂലമായിരുന്നില്ല. അങ്ങനെ വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടുന്ന ഒരു പദ്ധതിയിലല്ല അവരായിരുന്നത്. അവരുടെ രക്ഷ എന്ന് പറയുന്നത് ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്, അതായത് മശിഹായിലുള്ള വിശ്വാസം. അവൻ തന്നെയാണ് മശിഹ, ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു അവൻ. പത്രോസ് അപ്പോസ്തലൻ അതാ പറഞ്ഞത്, നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഞങ്ങൾ അറിയുന്നു. തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. അത് കർത്താവായിരുന്നു എന്ന് അവർ വിശ്വസിക്കണം. ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് പ്ലസ് ഒബീഡിയൻസ് ഇൻ ദ കവണന്റ് പ്രോഗ്രാം. അവർക്ക് കൊടുത്തിരിക്കുന്ന ആ ന്യായപ്രമാണം, അതിന്റെ ഒബീഡിയൻസ്, അതിന്റെ അനുസരണം. കർത്താവിന്റെ ക്രൂശ് മരണത്തിലൂടെ യഹൂദനും ജാതികൾക്കും എന്ത് സംഭവിച്ചു?
എന്നുകൂടി പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കുക. കർത്താവിന്റെ ആ ക്രൂശ് മരണത്തിലൂടെ യഹൂദന് എന്ത് സംഭവിച്ചു, ജാതികൾക്ക് എന്ത് സംഭവിച്ചു? യഹൂദന് സംഭവിച്ചത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മശിഹൈക പ്രവചനം നിവർത്തിയായി. അവർ കാത്തിരുന്നിരുന്ന, ഇന്നും കാത്തിരിക്കുന്ന, ഇന്ന് അവരുടെ ഇടയിൽ ഇന്ന് ഈ സംഭവം നടക്കുമ്പോൾ അവരുടെ പെസഹ പെരുന്നാൾ നടന്നുകൊണ്ടിരിക്കുക. 8 ദിവസത്തെ പ്രോഗ്രാമാണ്. അവര് ഇതുവരെയും കർത്താവ് വന്നതും പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ടതൊന്നും അവർക്ക് മനസ്സിലായിട്ടില്ല. എന്നാൽ ആക്ച്വലി അവരുടെ മശിഹൈക പ്രവചനം നിവർത്തിയായി. മശിഹ വന്നു. അവരുടെ അകൃത്യങ്ങൾക്കായി കഷ്ടം അനുഭവിച്ച് ഒരു കുഞ്ഞാട് അറുക്കപ്പെടണമായിരുന്നു. ആ കുഞ്ഞാട് അറുക്കപ്പെട്ടു. ജോൺ ദ ബാപ്റ്റിസ്റ്റ് പറഞ്ഞ ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞ ആ കുഞ്ഞാട് വന്നു, ആ കുഞ്ഞാട് അറുക്കപ്പെട്ടു. അത് അവരോട് പറഞ്ഞതാ, നമ്മളോട് പറഞ്ഞതല്ല. 3, കുഞ്ഞാടിന്റെ രക്തത്തിൽ അധിഷ്ഠിതമായ ഒരു പുതിയ നിയമം സ്ഥാപിക്കണമായിരുന്നു. ആ നിയമം സ്ഥാപിച്ചു. ലോകാന്ത്യത്തിൽ കർത്താവിന്റെ വരവെങ്കിൽ അവരെല്ലാവരും കുത്തിയവങ്കിലേക്ക് നോക്കും. അവരിലൊരു വലിയ ശതമാനം അവനിലേക്ക് തിരിയും, കുത്തിയവങ്കിലേക്ക് നോക്കും. സക്കറിയ പ്രവചനം 13-ാം അധ്യായത്തിന്റെ 6-ാം വാക്യമൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കട്ടെ. ഞാനെല്ലാം പ്രൊജക്ട് ചെയ്യുന്നില്ല. ആ സക്കറിയ പ്രവാചകനൊക്കെ അവരോട് പറഞ്ഞിരിക്കുന്നത്, അവർ കേട്ട് കഴിഞ്ഞപ്പോൾ കുലമായിട്ട് അവർ വിലപിക്കുക. അവർ കർത്താവിനോട് ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. നിന്റെ ഈ കയ്യിലും നിന്റെ വിലാപ്പുറത്തിലും ഒക്കെ കാണുന്ന ഈ പാടുകൾ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അന്ന് കർത്താവ് അവരോട് പറയും, എൻ്റെ പ്രിയപ്പെട്ടവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടി കൊണ്ടതാകുന്നു. അവർ അലമുറയിട്ട് കരയും. അതെല്ലാം കേൾക്കുമ്പോൾ അവരത് കണ്ടിട്ട് കുലമായിട്ട് വിലപിക്കും. ഓരോരുത്തരും ഗോത്രമായിട്ട് ദിവസങ്ങളോളം അലമുറയിട്ട് പൂഴി വാരി തലയിലിട്ട് വിലപിക്കും. അവര് കാത്തിരുന്ന മശിഹായെ അവർ കൊന്നുകളഞ്ഞു. അവന്റെ കയ്യിലെ ആടിപ്പാടുകൾ, അവന്റെ വിലാപ്പുറത്തെ പാടുകൾ കണ്ട് അവര് കുലമായിട്ട് വിലപിക്കുന്ന ദിവസം വരിക. ഹല്ലേലൂയ. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മരിക്കുന്നു, തകർന്നു മരിക്കുന്നുവെന്ന് അന്ന് അവർക്ക് മനസ്സിലാകും. ഇന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കത്തില്ല. എന്നാൽ ഇത് ആരോട് പറഞ്ഞു? ഇത് യഹൂദനോട് പറഞ്ഞിരിക്കുന്ന. യെശയ്യാ പ്രവാചകൻ യഹൂദനോട് പറഞ്ഞിരിക്കുന്നത് താങ്കളോട് പ്രവചിച്ചതല്ല. ആരോട് പ്രവചിച്ചിരിക്കുന്നു, ആർക്കു വേണ്ടി പറഞ്ഞിരിക്കുന്നു നമുക്ക് വ്യക്തമല്ല. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ കയറി ഏറ്റിട്ടുണ്ട്. അതിലൊന്നും കുഴപ്പമില്ല, അതെല്ലാം നല്ല കാര്യം തന്നെ. പക്ഷെ അതുകൊണ്ട് അതിന്റെ പർപ്പസും അതിന്റെ അർത്ഥവും അതിന്റെ ആത്യന്തികമായ ഉദ്ദേശവും എല്ലാം മാറിപ്പോയിരിക്കും. അതാണ് വിഷയം. നമുക്ക് എന്താണ് അതിലൂടെ നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവിന്റെ കാൽവറി യാഗത്തിലെ വിശ്വാസത്താൽ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചിരിക്കുക. തീത്തോസ് 2:11 പൗലോസ് അപ്പോസ്തലനിലൂടെ അത് വെളിപ്പെടുത്തിയിരിക്കുക. പൗൽ പറയാണ്, നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച്. ആ വ്യവസ്ഥ പൗലോസ് അപ്പോസ്തലനാണ് ലഭിച്ചിരിക്കുന്നത്. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 9 വരെ വായിക്കണം. ഞാൻ ഇതിനെല്ലാം കണക്ട് ചെയ്ത് അടുത്ത ദിവസം കാണിച്ചു തരാം. ഇങ്ങനെ വാഗ്ദത്ത പദ്ധതിയുടെയും മറഞ്ഞിരുന്ന മർമ്മമായ ദൈവിക പദ്ധതിയുടെയും ഈ 2 പദ്ധതികളിലൂടെയും ലോകത്തിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുക. ഇന്ന് ഈ ലോകത്തിൽ നമുക്ക് രക്ഷിക്കപ്പെടുവാൻ ഒരു ദൈവിക പദ്ധതി തുറന്നിരിക്കുക. ആദാമിലൂടെ കടന്നു വന്ന ആ പാപത്തിന് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഒരു പരിഹാരം ലോകത്തിൽ നിവർത്തിയായിരിക്കുക. ലോകത്തിന്റെ പാപത്തിന് പരിഹാരം ഇന്ന് നമുക്കുണ്ട്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുക. ഏതു മനുഷ്യനും രക്ഷിക്കപ്പെടാം. ഇവിടെ യഹൂദനെന്നും ജാതിയെന്നൊന്നും ഒരു വ്യത്യാസവുമില്ല. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ഇന്ന് ദൈവം ലോകത്തിന്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ കാൽവറി ക്രൂശിലൂടെ കർത്താവ് നിവർത്തിച്ച ആ രക്ഷണ്യ പദ്ധതിയിലൂടെ പിതാവിനോട് നിരപ്പിച്ചിരിക്കുക. ആ നിരപ്പിന്റെ വചനം നമ്മുടെ കയ്യിൽ ഭരമേൽപ്പിച്ചിരിക്കുക. ആ വചനം ലോകത്തെ അറിയിക്കുക എന്നൊരു സുവിശേഷം ആ ദൈവം ഇന്ന് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഗ്രേറ്റ് കമ്മീഷൻ. ഹല്ലേലൂയ. ഈ ഉയർപ്പ് നാളിലെങ്കിലും നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്ന രക്ഷാപദ്ധതി എന്താണെന്ന് ജനം മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. വരുന്ന ആഴ്ചകളിൽ ഈ ലേഖനത്തെക്കുറിച്ചും എബ്രായ ലേഖനത്തിന്റെ ബേസിസിലും യെശയ്യാ പ്രവചനം 53 എങ്ങനെ നിറവേറുന്നുവെന്നും അത് യഹൂദനെ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അവരും ക്രൂശുമായിട്ടുള്ള കണക്ഷൻ എന്താണെന്നും ആ പ്രായശ്ചിത്ത യാഗം അവർക്ക് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഹല്ലേലൂയ സങ്കീർത്തനം 22 അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ വാക്കുകളിലൂടെ എന്താണ് നിറവേറിയിരിക്കുന്നതെന്ന് ആഴമായിട്ട് മനസ്സിലാക്കുവാൻ പറഞ്ഞു തരുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഈ ഒരു ഓവർവ്യൂവിൽ കൂടെ ഹല്ലേലൂയ കർത്താവിന്റെ ക്രൂശും പഴയ നിയമവുമായിട്ടുള്ള ബന്ധവും കർത്താവിന്റെ ക്രൂശും നമുക്ക് ലഭിച്ച രക്ഷാ പദ്ധതിയുമായിട്ടുള്ള ബന്ധവും എന്തെന്ന് ഒരു ഓവർവ്യൂ, ഒരു പിക്ചർ, ഒരു ഹെലികോപ്റ്റർ വ്യൂ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുവാൻ, സത്യത്തിന്റെ മർമ്മങ്ങൾ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കി ഇന്ന് വിശ്വസിക്കുന്നവർക്ക് ഏവർക്കും രക്ഷ ലഭിക്കുന്ന ദൈവിക പദ്ധതിയാണ്. അതിനെ തടയിടുവാൻ വേറെ ഒരു കർമ്മങ്ങൾക്കും കഴിയത്തില്ല. സത്യത്തെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, മേ ദ ഗ്രേസ് ഓഫ് ദ ഇൻഫിനിറ്റ് and the amazing grace of God be with you forever and ever and ever. God bless you.